ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ആ ഒരു ബൂ അവനാണെങ്കിൽ ഗോഹാനെയും ഗോട്ടക്സിനെയും പിക്കലോയൊക്കെ അബ്സോർബ് ചെയ്ത് ഒരുപാട് പവറൊക്കെ ഗെയിൻ ചെയ്ത് അവനാണെങ്കിൽ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയമാണ് ഗോകു അവൻ കറക്റ്റായിട്ട് വജീറ്റയായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് അൾട്ടിമേറ്റ് പവറിൽ അവന് നേരിടാനായിട്ട് അവിടേക്ക് കടന്നു വരിക. ഗോകുവിന്റെ പവർ കണ്ട് ആദ്യം അവന് ഭയമൊന്നും തോന്നുന്നില്ല എങ്കിലും പിന്നീട് പോകെ പോകെ അവരുടെ പവർ തിരിച്ചറിഞ്ഞ ബൂവാണെങ്കിൽ ഇപ്പോൾ അവന്റെ അൾട്ടിമേറ്റ് പവറിലാണ് അറ്റാക്ക് ചെയ്യുക. ഇവിടെ എൽഡർ കായാണെങ്കിൽ വിളിച്ചു പറയും, ഗോകു വെറുതെ നോക്കി നിൽക്കാനായിട്ട് പാടില്ല, എത്രയും വേഗം ഒരു ചാൻസ് കിട്ടിയ ആ ബൂവിനെ നീ കൊന്നു കളയണം. ബൂ ആണ് അവൻ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഗോകു ആണെങ്കിൽ ബൂവിനെ നോക്കും. അടുത്ത നിമിഷം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ ബൂവിനെ അങ്ങനെ പിടിച്ചു വലിച്ച് ഒരു ബ്ലാസ്റ്റ് പവർ ഉപയോഗിച്ച് നശിപ്പിക്കും. പക്ഷെ ഞൊട്ടിയടയിൽ തന്നെ അവൻ റീജനറേറ്റ് ചെയ്ത് ഇപ്പൊ ഗോകുവിനെ അങ്ങനെ റൗണ്ട് ചെയ്യാണ്. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല, അവനെ കട്ടിച്ചു പറിക്കും. ഇതിനുശേഷം അവന്റെ തലയ്ക്ക് മുകളിലുള്ള വാല് അത് പിടിച്ച് വലിച്ച് അവനങ്ങനെ പൊട്ടിച്ചു കളയാണ്. ബൂ ആണെങ്കിൽ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഗോകുവിനോട് പറയും, എന്നെ അപ്രകാരം തകർത്ത് ഇല്ലാതാക്കാൻ കഴിയും നീ കരുതിയോ? വേഗം നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല, എന്നെ കൊണ്ട് വളരെ എളുപ്പത്തിൽ എത്രയൊക്കെ പീസാക്കിയാലും റീജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് കേട്ട ഗോകു ആണെങ്കിൽ അവന്റെ തലയുടെ ആ ഒരു വാല് അതങ്ങനെ തൂക്കിയെടുത്ത് കാണിക്കും. നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം, റീജനറേറ്റ് കഴിയാത്ത രീതിയിൽ എനിക്കത് തകർക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ വാലങ്ങനെ ഗോകു തകർത്ത് കളയാണ്. പക്ഷെ ബൂ ആണെങ്കിൽ അത് റീജനറേറ്റ് ചെയ്യിപ്പിക്കും. അത് കണ്ട് ഇവിടെ സുപ്രീം കായും എൽഡർ കായും ഷോക്കാവും. സുപ്രീം കായാണെങ്കിൽ എൽഡറിനോട് പറയും, ഗോകു വെറുതെ സമയം കളയുകയാണെന്ന് സംശയമുണ്ട്. എൽഡർ കായ് ആണെങ്കിൽ വിളിച്ചു പറയും, ഗോകു സമയം കളയരുത്, എത്രയും വേഗം അവരെ കൊല്ലണം. ബൂ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഒരിക്കലും ഈ ഒരു ഫൈറ്റ് ഈ രീതിയിലേക്ക് എത്താനല്ല ഞാൻ ആഗ്രഹിച്ചത്, ഇത് എത്രയും വേഗം തീർക്കാനായിട്ട് എന്നെ കൊണ്ട് തന്നെ പറ്റുമെന്ന് പറയും. ഗോകു ആണെങ്കിൽ അവനോട് പറയും, നീ ശരിക്കും പവർഫുൾ ആയ ഒരു എതിരാളി തന്നെയാണ്, നീ ഇപ്പൊ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നെ കഴിഞ്ഞും വലിയ പവർഫുൾ ആയ ഒരാളാണെന്ന് നീ തിരിച്ചറിയണം. ആ ഒരു സത്യം നീ മനസ്സിലാക്കി കഴിയുമ്പോൾ നിന്റെ തെറ്റ് മനസ്സിലാക്കാൻ നിനക്കൊണ്ട് കഴിയും. നീ കാരണം ഇല്ലാതായതെല്ലാം തിരികെ പിടിക്കാനാണ് ഇപ്പൊ ഇത്തരത്തിലൊരു ഫ്യൂഷൻ ഞാനും വജീറ്റയും ചേർന്ന് ചെയ്തത്. സോ ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറയും. അത് കേട്ട് ബൂ പറയും, നീയല്ല മറിച്ച് ഞാനാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ശക്തി അത് വർദ്ധിപ്പിക്കുകയാണ്. ബോഡി അങ്ങനെ കുറെ കൂടെ മസിലൊക്കെ വന്ന് ബിൽഡായി വരും. അതിനുശേഷം അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഗോസ്റ്റുകളെ അങ്ങനെ ഒരുപാടെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ്. എന്റെ ഈ ഒരു പവറിന് മുൻപിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് ഗോകു ചിരിക്കും, നിന്റെ പവറോ, ഇത് നീ ഗോട്ടക്സിന്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കേട്ട് ബൂ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോവും. പക്ഷെ അവന്റെ ചമ്മല് പുറത്ത് കാണിക്കാതെ അവറ്റകളെല്ലാം ഗോകുവിന് നേരെ അയക്കുകയാണ്. ഗോകു ആണെങ്കിൽ അപ്പോഴും തെല്ലും ഭയമില്ലാതെ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് അവറ്റകളെല്ലാം തകർത്ത് കളയും. എനിക്ക് നിന്നോട് വീണ്ടും ഒത്തിരി പുച്ഛം തോന്നുകയാണ്. ഈ കുട്ടികളുടെ അറ്റാക്കാണ് നിന്റെ അൾട്ടിമേറ്റ് അറ്റാക്ക് എന്ന് നീ പറയുമെന്ന് ഞാൻ കരുതിയതല്ല. അത് കേട്ട് ബൂ ആണെങ്കിൽ പുച്ഛിക്കും, ഇതെന്റെ അൾട്ടിമേറ്റ് അറ്റാക്ക് അല്ല, വെറും ഒരു വാമപ്പ് മാത്രമാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത് ഞാൻ പഠിച്ചെടുത്തു. പക്ഷെ അതിന് ഞാനൊരു അപ്ഗ്രേഡ് വേർഷൻ കൊടുത്ത കാര്യം കുട്ടികളോ നീയോ നിന്റെ കൂടെയുള്ളവരോ ആരും തന്നെ അറിഞ്ഞില്ല. അതിന് നീ നേരിട്ടറിയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികളെ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഗോകുവിന് നേരെ അയക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവറ്റകൾ തകർക്കാൻ പവർ കയ്യിലെടുക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഗോസ്റ്റുകളെല്ലാം കാമേ പവർ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അടുത്ത നിമിഷം ഹാമേ പവറുകളെല്ലാം അവറ്റുകൾ ഗോകുവിന് നേരെ അയച്ച് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും. ഗോകു സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞങ്ങനെ മാറുമെങ്കിലും അവറ്റകളാണെങ്കിൽ വീണ്ടും ഗോകുവിന്റെ പിന്നാലെ പോയി ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോകു വമ്പ സ്പീഡിൽ അങ്ങനെ പറന്നു പോകുമ്പോൾ അവന്റെ മുൻപിലേക്ക് വന്ന് ആമേ പവർ ഉപയോഗിക്കും. ആ ഒരു എക്സ്പ്ലോഷർ കണ്ട് ഇപ്പോ ഒരുപാട് സന്തോഷിക്കും. നിന്റെ ഓവർ കോൺഫിഡൻസ് അത് അവസാനിച്ചില്ലെന്ന് ചോദിച്ച് അവൻ പൊട്ടിച്ചിരിക്കുമ്പോഴായിരിക്കും തകർന്ന ഭാഗത്ത് ഗോകുവിന്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അടുത്ത നിമിഷം അവന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിച്ച ഭാഗം റീജനറേറ്റ് ആയി ഒരുപാട് ബൂവിന്റെ തലകൾ അത് മുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ തലയ്ക്ക് മുകളിലായിട്ട് സാക്ഷാൽ നമ്മുടെ ഗോകു. നീ വീണ്ടും ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ പവർ ഉപയോഗിച്ച് എന്റെ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോയല്ലേ, കുഴപ്പമില്ല, എനിക്ക് ഇനിയും നിന്നെ തോൽപ്പിക്കാൻ അറ്റാക്കുകൾ ബാക്കിയുണ്ട്. ഈ ഹാമേ പവർ വെച്ച് എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണോ നീ കരുതിയത്? നിനക്കിപ്പോഴും കുട്ടികളുടെ മനസ്സ് തന്നെയാണ്. ആ കുട്ടികൾ ചിന്തിക്കുന്നതിനെ കഴിഞ്ഞും വിവേകത്തിലാണ് നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയും. അത് കേട്ട് കൂടുതൽ കലിയിളകിയ അവനാണെങ്കിൽ അവന്റെ തലകളെല്ലാം ഒന്നിപ്പിച്ച് ഒരു തലയാക്കി മാറ്റുകയാണ്. ഇവിടെ എൽഡർ കായ് ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ എന്തുകൊണ്ടാണ് ഗോകു ഇപ്രകാരം തമാശ കളിച്ച് ഞാൻ തള്ളി നീക്കുന്നത്? സമയം കളയാതെ അവനെ കൊന്നുകള. സുപ്രീം കായ് ആണെങ്കിൽ എൽഡർ കായോട് ചോദിക്കും, ഗോകുവിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത് എൽഡർ കായ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അവന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. അവൻ ഇങ്ങനെ ഓരോ മണ്ടത്തരം കാണിച്ച് കൊളവാക്കാതിരുന്നാ മതി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ ഓരോരോ ലെവലിലേക്ക് പോയി ബൂവിനെ പഞ്ച് ചെയ്ത് തല്ലി അങ്ങനെ കൊല്ലുകയാണ്. ബൂ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇത് അവസാനിപ്പിക്കും. പക്ഷെ ബൂ ആണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാതെ വീണ്ടും ഇപ്പൊ ഗോകുവിന് നേരെ തിരിഞ്ഞു വരും.
അതേസമയം മറ്റൊരു ഭാഗത്ത് ഡണ്ട ആളാണെങ്കിൽ ഇപ്പോ സെയ്റ്റാനെയും പട്ടിക്കുട്ടിയും പൊക്കിയെടുത്ത് ഫൈറ്റ് അടക്കുന്ന സ്ഥലത്തേക്ക് വരും. സെയ്റ്റാനാണെങ്കിൽ ശബ്ദം കേട്ട് അതെന്ത് ശബ്ദമാണെന്ന് ചോദിക്കും. പിന്നെ ഡണ്ടയാണെങ്കിൽ യാതൊരു സംശയമില്ലാതെ ആളോട് പറയും അത് ആ പോരാട്ടത്തിന്റെ ശബ്ദമാണ്. സെയ്റ്റാനാണെങ്കിൽ അത് കേട്ട് ഭയപ്പെടും. ഇത്രയും വലിയ ശബ്ദോ? അപ്പൊ നടക്കുന്ന പോരാട്ടം അതൊട്ടും ചെറുതല്ല. ഇതാ ഇവിടെ ഗോകു അവൻ അടിച്ചു പറയും, നിന്നെ കൊണ്ട് ഒരു കാരണവശാലും പോ എന്നെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടാ നിനക്ക് നല്ലത്. ഗോകു ആണെങ്കിൽ ബൂവിനോട് നീ ഇപ്പൊ തോൽക്കുമെന്ന് 100% നിനക്ക് ഉറപ്പായില്ലേ, ഇനി നിനക്ക് എന്താ ചെയ്യാനുള്ളത്? അതിന് ബൂ പറയും, എനിക്കിപ്പോഴും ഞാൻ തോക്കുമെന്ന് 100% ഉറപ്പായിട്ടില്ല. നമുക്ക് പോരാട്ടം അതിനിയോ ആരംഭിക്കാം. ശക്തൻ മാത്രമല്ല ബുദ്ധിമാൻ കൂടെയാണ്. നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ ചോദിക്കും. അത് കേട്ട് ഗോകു ഞെട്ടും. അടുത്ത നിമിഷം അവന്റെ വാലുപയോഗിച്ച് ഗോകുവിനെ ഒരു ചോക്ലേറ്റ് ആക്കി മാറ്റി കയ്യിലെടുക്കുകയാണ്. ബോവനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഇത്ര നേരം എന്നെ വെല്ലുവിളിച്ചവൻ വെറും ഒരു ചോക്ലേറ്റ് കഷ്ണമായി മാറിയെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഇവിടെ സുപ്രീം കായാണെങ്കിൽ ഭയപ്പെട്ട് പുറകിലേക്ക് മാറും. ദേഷ്യം വന്ന എൽഡർക്കായി ആള് വിളിച്ചു പറയും, മതിയായോ? നിന്നോട് ഞാൻ ഒരുപാട് നേരം പറഞ്ഞതാണ് പോത്തിന്റെ ചെവിയിൽ വേദൂതാൻ പാടില്ല, അവനെ കൊന്നുകളയാൻ. നീ അത് കേട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. ഈ പ്രപഞ്ചം അപകടത്തിലായി. ഗോകുവിന്റെ അഹങ്കാരം കാരണം എല്ലാം കൈവിട്ടു പോയെന്ന് അദ്ദേഹം പറയും. ഇവിടെ ബോ ആണെങ്കിൽ ഒരുപാട് സന്തോഷം. എന്നെ തോൽപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഫ്യൂഷൻ ചെയ്ത ഗോകുവും അവർ രണ്ടുപേരും കേവലം ഒരു ചോക്ലേറ്റായി മാറിയിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ അലിയിപ്പിച്ച് കഴിക്കണോ അതോ കടിച്ചു മുറിച്ച് തിന്നണോ? എന്തായാലും നല്ല വേദന ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു പറഞ്ഞ് ഇപ്പോ ബോ ആണെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് അത് കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത നിമിഷം ആ ചോക്ലേറ്റ് അങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോവും. എന്ത് കരുതി ഞങ്ങൾ എത്ര വേഗം നിനക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നോ? ഒരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. ചോക്ലേറ്റ് ആയ രീതിയിൽ തന്നെ എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഗോകു ആണെങ്കിൽ ബോവിനെ വെല്ലുവിളിക്കുകയാണ്. അത് കണ്ട് ബോ അത്ഭുതപ്പെടും. നിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അല്ലേ? അടുത്ത നിമിഷം നിന്നെ ഞാൻ ചവച്ചരച്ച് തിന്നും. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവനോട് പറയും, ഞാൻ ചോക്ലേറ്റായി മാറിയാലും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. രൂപത്തിൽ തന്നെ എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ചോക്ലേറ്റ് രൂപത്തിലുള്ള ഗോകുവും വെജിറ്റയും ചേർന്ന് അവന്റെ മുഖത്തും തലയിലും വയറ്റിലും ഞാൻ ഞെട്ടിക്കുകയാണ്. ആ ഇടിയുടെ വേദന അവന് സഹിക്കാൻ പോലും പറ്റില്ല. ആണെങ്കിൽ അവന് ചുറ്റും നല്ല സ്പീഡിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് അവൻ അത്ഭുതപ്പെടും. എന്തുപറ്റി? നിനക്കെന്നെ കഴിക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് ഒന്നുകൂടെ ശ്രമിക്കേ. ഇനി നിനക്കെന്നെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിന്നെ കഴിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ഗോകുവിന്റെ ഓരോ ഭാഗത്തും അങ്ങനെ അറഞ്ചം പുറഞ്ചം, ബോവിന്റെ ഓരോ ബോഡി പാർട്ടിലും അങ്ങനെ അറഞ്ചം പുറഞ്ചം ഞെട്ടിക്കുകയാണ്. ബോ ആണെങ്കിൽ ഒരു വിധത്തില് ആ ചോക്ലേറ്റ് എങ്ങനെയൊക്കെയോ പിടിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന്റെ വായിലൂടെ മുകളിലേക്കും താഴേക്കും പോയി ഇതിന്റെ അല്ല 16ന്റെ പണി ഗോകു അവന് കൊടുക്കും. ത്തേക്ക് വന്ന ചോക്ലേറ്റ് ആണെങ്കിൽ വീണ്ടും അവൻ അച്ചറം പൊച്ചറ ഇടിച്ച് വട്ടം കറങ്ങി അവന്റെ തല അങ്ങനെ തകർത്ത് പുറത്തേക്ക് പോവാണ്. ഗോകു ആണെങ്കിൽ അവനോട് പറയും, നീ എന്നെ കഴിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കഴിക്കാനും നിന്റെ വായ്ക്കകത്തേക്ക് പോകാനുമാണ് ജയിച്ചത്. പക്ഷെ നിന്റെ വായിലിപ്പോ വലിയൊരു ദ്വാരമായി പോയല്ലോ എന്ന് പറയും. അത് കേട്ട് ബൂ ആണെങ്കിൽ ആ ദ്വാരം റീജനറേറ്റ് ചെയ്ത് അടയ്ക്കും. കിട്ടാൻ പോകുന്നത് വലിയ പണിയാണെന്ന് മനസ്സിലാക്കിയ ബൂ ആണെങ്കിൽ ഇപ്പൊ ആ ചോക്ലേറ്റിൽ ആഞ്ഞടിച്ച് ഇപ്പോ ഗോകുവിനെ പഴയതുപോലെ ആക്കുകയാണ്. ഇവിടെ സുപ്രീം കായ്ക്കാണെങ്കിൽ സന്തോഷം. ഒരു വിധത്തില് അവനെ ബാക്ക് ടു നോർമൽ ആക്കി. ആണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ട് പറയും, ഗോകു നീ ഇനിയെങ്കിലും വെറുതെ ഷോഫ് കാണിക്കാതെ അവനെ തീർത്തുകള. അവൻ ജീവനോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിന് അവൻ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ അവനെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. ഗോകു ആണെങ്കിൽ ആഞ്ഞടിച്ച് അവന്റെ ഹാഫ് ബോർഡ് തന്നെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവനെ പിടിച്ചു വലിച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയും, എന്റെ പവർ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുൻപ് നീ പറഞ്ഞല്ലോ നീയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തനെന്ന്. എന്നാൽ അതല്ല എന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. നിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി അത് ഞാനും വെജിറ്റയും ചേർന്ന് നിനക്ക് തരാൻ പോവുകയാണ്. ഗോകു ആണെങ്കിൽ പൂർണ്ണമായ ശക്തിയിൽ അവന്റെ ഓരോരോ ബോഡി പാർട്സ് അങ്ങനെ തകർത്ത് കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവന് ഭയം കൂടുകയാണ്. അവനാണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ നിന്റെ മുൻപിൽ അധികം സമയമൊന്നുമില്ല. 10 സെക്കൻഡ് നിനക്ക് ഞാൻ സമയം തരും. കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്ത് തീരുന്നതിനുള്ളിൽ നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാന്ന് പറഞ്ഞ് ഇപ്പോ ഗോകു ആണെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 1 2 3 4. അത് കേട്ട് ഇവിടെ ബൂവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ ചുറ്റും നോക്കും. നേരത്തെ ഗോകു തലയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അവന്റെ ആ ഒരു വാല് അതവിടെ കിടപ്പുണ്ട്. അതെ, അത് തന്നെയാണ് ഏക പിടിവള്ളി. അതുപയോഗിച്ച് ഈ ഗോകുവിനെ ഞാൻ അബ്സോർബ് ചെയ്ത് എന്റെ ബോഡിയിലേക്ക് കൊണ്ടുവരണം. ഗോകു ആണെങ്കിൽ ആ വാൽ അവന്റെ തൊട്ടു പുറകിലുള്ള കാര്യം മനസ്സിലാക്കും. അതെ, ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാലിനെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്റെ വാല് അവ ശ്രദ്ധിച്ചില്ല. അതുപയോഗിച്ച് ഞാൻ അവനെ ഹോൾഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം അതിൽ ചുരുട്ടിയെടുത്ത് അവന്റെ ബോഡിയോട് അവൻ അറ്റാച്ച് ചെയ്യും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒടുവിൽ അവനെയും ഞാൻ തോൽപ്പിച്ചു. വെജിറ്റയുടെയും ഗോകുവിന്റെയും പവർ എനിക്കിപ്പോ സ്വന്തമായിരിക്കുകയാണ്. ഇനി ലോകത്ത് തന്നെ തോൽപ്പിക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കും.